അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഒരു സർപ്രൈസിങ് വ്ളോഗാണ്. മാത്രമല്ല, ഇന്ന് എൻ്റെ അനിയത്തി വരുന്നുണ്ട്. അവൾ ജർമ്മനിയിലാണ്. അപ്പോൾ ഇന്ന് അവൾ നാട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ആർക്കും അറിയില്ല അവൾ വരുന്ന കാര്യം. എനിക്കും അമ്മയ്ക്കും രാഹുലിനും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഉണ്ണീനെ ഇവിടെ ആക്കിയിട്ട് അമ്മയും രാഹുലും അങ്ങോട്ട് പോയേക്കാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവർ വന്നിട്ട് കാണാം. അപ്പോൾ ഇവിടെ ആർക്കും അറിയില്ല അവൾ വരുന്ന കാര്യം. അപ്പോൾ ഞാനിവിടെ കാഷ്വലായിട്ട് നിൽക്കാൻ വന്ന പോലെ വന്നേക്കാണ് ഉണ്ണീനെയും കൊണ്ടിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അവരിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അച്ഛനോടും അമ്മോടൊക്കെ ജസ്റ്റ് അവൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പം വരുന്നില്ല, വിഷു ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് ആണ് വരുന്നത്. ഇപ്പം വരാൻ പറ്റില്ല, ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് ഇപ്പോൾ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ആർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ, നമുക്കറിയില്ല. അപ്പോൾ മാമിയും കുട്ടിയും കൂടി ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടി ഉറങ്ങുമ്പോൾ അച്ഛൻ്റെ വീട്ടിലായിരുന്നു, ഉറങ്ങി എണീറ്റപ്പോൾ കുട്ടി വേറെ വീട്ടിലാണ്. അപ്പോൾ കുട്ടി നോക്കുന്നത് എവിടേക്കാ വന്നിട്ടുള്ളത് നോക്ക്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരാൾ നല്ല കളിയാണ്. ഉറങ്ങി എണീറ്റപ്പോൾ വേറെ വീട്ടിലാണ് കുട്ടി നിൽക്കണേ. അപ്പോൾ കുട്ടി നല്ല കളിയാണ് ഇവിടെ വന്നിട്ട്. അപ്പോൾ അമ്മ എന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിട്ടോ, അതായത് അവരെത്താറായി. അപ്പോൾ റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. പക്ഷെ അവർ എത്താറായെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാം. പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ടൈമിന് അവരെത്തിയിട്ടോ. ഇവിടെ വീട് എത്തണേക്കും ഒരു 10 മിനിറ്റ് മുൻപ് തന്നെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായി, എത്താറായിട്ടുണ്ട്, അച്ഛനും അമ്മയൊക്കെ വീട്ടിലില്ലെന്ന് ഉറപ്പ് വരുത്താനായിട്ട്. അപ്പം അച്ഛൻ അമ്പലത്തിൽ പോയിക്കായിരുന്നു. കറക്റ്റ് അതിന് തൊട്ട് മുൻപ് തന്നെ അച്ഛൻ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെന്താ പെട്ടെന്ന് തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാനൊരു കാര്യം എടുക്കാൻ മറന്നു കാറിന്ന്, അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാണ്, അങ്ങനെ പറഞ്ഞിട്ടാണ് അവരെ ഞാൻ വിളിച്ചത്. രാവിലെ അമ്പലത്തിൽ പോയി വന്നിട്ട് അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് ഞാൻ വിളിച്ചത്. അങ്ങനെ അച്ഛൻ വന്ന വഴിക്ക് തന്നെ അവളെ ഫസ്റ്റ് കണ്ടു കേട്ടോ. അച്ഛനാണ് ആദ്യം ഞെട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അമ്മ കണ്ടത്. അപ്പോഴാണ് പിന്നെ അങ്ങനെ പെട്ടെന്ന് വിളിച്ച് പറയുന്നത് ഞാൻ വരുന്നുണ്ട്, 31st ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല, അവർക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന്. അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ രാഹുലാണ് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. നിന്നെയും വീട്ടിലാക്കാം, എന്നിട്ട് ഞങ്ങൾ പോവാം, എന്നിട്ട് പിക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ എന്തായാലും ഇവരൊട്ടും പ്രതീക്ഷിക്കില്ല. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു. പക്ഷെ അമ്മയും അച്ഛനെയും ഒന്ന് കൺവീൻസ് ചെയ്യുക, അതായത് കാറിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറയാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, സർപ്രൈസ് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ എല്ലാവരും അവൾ വന്നിട്ടുള്ള ആ ഒരു ഷോക്കിലായിരുന്നു. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ആരും കുളിച്ചിട്ടൊന്നുമില്ല, നീ എന്തിനാ വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. അനിയത്തി അവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ബേബി ഉണ്ടായതിന് ശേഷം ഇവള് ബേബീനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പം മെയിനായിട്ട് ബേബീനെ കാണാമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് അവളിപ്പോൾ തിരിച്ചു വന്നിട്ടുള്ളത്. പോയിട്ട് ഇപ്പോൾ 1 വർഷമാണ് ആയിട്ടുള്ള അവൾ പോയിട്ട്. ഫസ്റ്റ് തന്നെ ബേബീനെ കണ്ടപ്പോൾ ബേബി നല്ല കരച്ചിലായിരുന്നു. കാരണം അവൻ ഇതുപോലത്തെ ഒരു ഒച്ചയും ബഹളമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവനെ കുറേ സമാധാനിപ്പിച്ച് ഇവൾ കുളിച്ച് ഫ്രഷായിട്ടൊക്കെ എടുത്തപ്പോഴാണ് ഒന്ന് സെറ്റായത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി സർപ്രൈസ് വ്ളോഗ്. പക്ഷെ ഒരു സർപ്രൈസ് ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കിതുകൂടി മനസ്സിലായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, സീ യു.